ഞാനിന്ന് എത്തിയിട്ടുള്ളത് പാളയംകുടം പഴം കൊണ്ട് അടിപൊളി ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള പാളയംകുടം പഴമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടു കാണാമല്ലോ. പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പാളയംകുടം പഴം തന്നെയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 15 പഴം എടുത്തിട്ടുണ്ട്. നിങ്ങളൊരു 10 പഴമെങ്കിലും മിനിമം എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ റവ, അതുപോലെ തന്നെ ഇടിയപ്പം പത്തിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. 1/2 കിലോ റവയും 1/2 കിലോ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ 1 കിലോ പൊടിക്ക് 1/2 കിലോ ശർക്കര എന്ന രീതിയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ശർക്കര കൂട്ടിയോ കുറച്ചോ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ശർക്കര നല്ലപോലെ ഒന്ന് ഉരുക്കിയെടുക്കണം. അത് ഞാൻ പ്രത്യേകം കാണിക്കുന്നില്ല, കാരണം ശർക്കര ഉരുക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ പഴം, നമ്മൾ എടുത്തിട്ടുള്ള പഴം മിക്സിയിലിട്ട് നല്ലപോലെ ഇതേപോലെ ഒന്ന് അരച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ ഈ പൊടിയിലേക്ക് പഴവും അതുപോലെ തന്നെ ശർക്കരപ്പാനിയും ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ഒറ്റയ്ക്കാണ് ഈ വീഡിയോ ചെയ്യുന്നത്, ക്യാമറയൊക്കെ കൈകാര്യം ചെയ്യുന്നത് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതുകൂടെ തന്നെ ശർക്കരപ്പാനി ചേർക്കുന്ന ഒരു ഭാഗം ഡിലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് സാവകാശം ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് എള്ളും അതുപോലെ തന്നെ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഏലക്കായും ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാനായിട്ട് മറന്നു പോകരുത്. അതിനുശേഷം ഇത് നല്ലപോലെ ഒന്ന് കൂട്ടി യോജിപ്പിക്കുക. എള്ളിന് പകരം നിങ്ങൾക്ക് നിങ്ങളുടെ കൈവശം തേങ്ങയാണുള്ളതെങ്കിൽ തേങ്ങ ചെറിയ കുത്തുകളായിട്ട് തേങ്ങയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ തേങ്ങ ചേർത്ത് കൊടുക്കുമ്പോൾ അത് എണ്ണയിലിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം ചേർത്ത് കൊടുക്കുക. അതായിരിക്കും കൂടുതൽ രുചി. അപ്പോൾ ഇതുപോലെ നല്ലപോലെ ഒന്ന് യോജിപ്പിക്കണം. അതിനുശേഷം ഒരു 2 മണിക്കൂർ ഈ ഒരു ബാറ്റർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. കാരണം മിനിമം ഒരു 1 മണിക്കൂറെങ്കിലും വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാനിവിടെ 2 മണിക്കൂറാണ് വെച്ചിട്ടുള്ളത്. എന്നാലും നമുക്കൊരു നല്ലൊരു സോഫ്റ്റായിട്ട് ഇത് കിട്ടുള്ളൂ. അപ്പോൾ ഈ 2 മണിക്കൂർ വെച്ചതിന് ശേഷം നമ്മൾക്ക് ഈ ബാറ്റർ തുറന്നു നോക്കുന്ന സമയത്ത് എന്തെങ്കിലും തിക്നെസ് കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് പച്ചവെള്ളം ചേർത്ത് കൊടുത്ത് അതൊരു നല്ലൊരു കൺസിസ്റ്റൻസിയിൽ തന്നെ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഉണ്ണിയപ്പച്ചട്ടി നമ്മൾ എടുത്തിട്ടുണ്ട്. ഉണ്ണിയപ്പച്ചട്ടി എടുത്ത് നമ്മൾ ഉണ്ണിയപ്പച്ചട്ടി ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം വെളിച്ചെണ്ണയിൽ ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോഴാണ് കൂടുതലായിട്ട് അതിനൊരു ടേസ്റ്റ് കിട്ടുന്നത്. പിന്നെ ഞാനൊരു പാചകക്കാരിയൊന്നും അല്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് ധൈര്യമായിട്ട് ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്യാം. കാരണം ഞാനത് പലവട്ടം ട്രൈ ചെയ്ത് 100% സക്സസ് ആയതിന് ശേഷമാണ് ഇത് അപ്ലോഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പാചകത്തിൻ്റെ വീഡിയോകളെല്ലാം തന്നെ പലവട്ടം ട്രൈ ചെയ്തതിന് ശേഷമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബാച്ചിലേഴ്സിനായാലും മാരീഡായിട്ടുള്ള എല്ലാവർക്കായിട്ടും കൊച്ചുകുട്ടികൾക്ക് പോലും ഈസി ആയിട്ട് ഈ റെസിപ്പികളെ ഫോളോ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മുടെ ബാറ്ററിനുള്ളത്. അതിനുശേഷം നമുക്ക് തിളച്ച് മറിയുന്ന ഉണ്ണിയപ്പത്തിൻ്റെ ആ ചട്ടിയിലേക്ക് ഈ ബാറ്റർ എടുത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒറ്റയ്ക്ക് ക്യാമറ കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു പോർഷൻസ് നമ്മൾ എടുക്കുന്ന വീഡിയോയുടെ ഭാഗങ്ങൾ അത്ര നല്ല രീതിയിൽ വരുന്നില്ല. കാരണം ഞാൻ അങ്ങടും ഈ ഒരു ബാറ്റർ ഒഴിക്കുമ്പോഴും അതുപോലെ തന്നെ വീണ്ടും എടുക്കുമ്പോഴും ആ ഒരു ക്യാമറയുടെ കുറച്ച് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ക്ഷമിക്കും എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് എല്ലാ ഉണ്ണിയപ്പത്തിൻ്റെ ആ കുഴികളിലേക്കും ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ നല്ലപോലെ ഒന്ന് മുരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിന്ന് മറിച്ചിടണം. അടി കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഈ ഉണ്ണിയപ്പം വെച്ചിട്ട് വേറെ എവിടേക്കെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ണിയപ്പം തീർച്ചയായിട്ടും കരിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. എനിക്കിത് നല്ല അനുഭവമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം നിങ്ങളോട് ഇങ്ങനെയൊക്കെ പറയുന്നത്. അതിനുശേഷം ഇത് ഉണ്ണിയപ്പം മറിച്ചിടാനായിട്ട് പ്രത്യേകമായിട്ട് അതിൽ ഉണ്ണിയപ്പം വാങ്ങുമ്പോൾ തന്നെ നമുക്കൊരു നല്ലൊരു കയ്യിൽ കിട്ടുന്നതാണ്. പക്ഷേ എൻ്റെ കയ്യിൽ അത് നഷ്ടപ്പെട്ടു പോയത് കൊണ്ട് ഞാൻ തൽക്കാലം എൻ്റെ കയ്യിലുള്ള മറ്റൊരു ഷാർപ്പനർ ഉപയോഗിച്ചതൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ രസകരമായിട്ടുള്ള ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നല്ലപോലെ ഒന്ന് മറിച്ചിട്ടതിന് ശേഷം നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റാം. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ ഈ ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാനായിട്ടുള്ള ഭംഗി പോലെ തന്നെ ഇത് കഴിക്കാനും നല്ല ടേസ്റ്റുണ്ട്. അപ്പം നമുക്കിതൊന്ന് കഴിച്ചു നോക്കിയാലോ. അപ്പോൾ ഈ ഒരു ഉണ്ണിയപ്പം ഞാൻ സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് റൂബ്ജാന് വേണ്ടിയിട്ടാണ്.
റൂബ്ജാൻ്റെ നിർദ്ദേശപ്രകാരമാണ്, അല്ലെങ്കിൽ അവളുടെ ഒരു ആഗ്രഹമായിരുന്നു ഉണ്ണിയപ്പത്തിൻ്റെ ഒരു റെസിപ്പി ഇടണം എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഉണ്ണിയപ്പം എങ്ങനെ ഇടുന്നെന്ന് കഴിച്ചു നോക്കാം. നല്ല ഉണ്ണിയപ്പമാണ്, ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയുന്നതല്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ നമ്മൾ ഇതിനകത്ത് പഴം മാത്രമേ ചേർത്തിട്ടുള്ളൂ, സോഡാപ്പൊടിയോ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്കിതൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഉണ്ണിയപ്പം തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഭവമായിട്ട് കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ബൈ.